നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സൗദി അറേബ്യയിലെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന് ആരംഭമാകുന്നു. വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കാൻ ഏകീകൃത ഡിജിറ്റൽ സംവിധാനവും നടപ്പാക്കും. പ്രവേശനം, സ്കൂൾ മാറ്റം എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാകും. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദുബായ് വിമാനത്താവളത്തിലെത്തുക 37 ലക്ഷം യാത്രക്കാർ. പ്രതിദിനം ശരാശരി 2.25 ലക്ഷത്തോളം യാത്രക്കാർ എത്തുമെന്ന് ഔദ്യോഗിക കണക്ക്. യാത്രക്കാരെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ദുബായിൽ വൈദ്യുത ബിൽ നിയന്ത്രിക്കാനും വിലയിരുത്തുവാനും സംവിധാനവുമായി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. സേവനം പ്രയോജനപ്പെടുക. വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ഉയർന്ന ബിൽ തുക കാരണം ബുദ്ധിമുട്ടുന്ന ഉപയോക്താക്കൾക്ക്. സംവിധാനം സ്മാർട്ട് ലിവിംഗ് സംരംഭത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്രമാറ്റം വരുത്തിയ ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം. രോഗികൾക്ക് മികച്ച സേവനം ലക്ഷ്യം. തുടക്കം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കും. എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പുന്നമടയിൽ പുതുചരിത്രം കുറിച്ച് അരോമ ജലരാജാവ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ കിരീടം ചൂടി അരോമ ചുണ്ടൻ. ആദ്യമായി ജലോത്സവത്തിൽ പങ്കെടുത്ത അരോമയുടെ ജനം ഫോട്ടോ ഫിനിഷിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടാമതെത്തിയത് നടുഭാഗം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യക്ക് വെങ്കലം. സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ലോക റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ചൈന സഖ്യത്തോട് തോറ്റു. സൗദി അറേബ്യയിലെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന് ആരംഭമാകുന്നു. വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി കൃത്യമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയ ഏകീകൃത ഡിജിറ്റൽ സംവിധാനവും ഈ വർഷം മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി QR കോഡ് അടങ്ങിയ ഡിജിറ്റൽ ID കാർഡുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. പുതിയ പ്രവേശനം, സ്കൂൾ മാറ്റം, ബസ് രജിസ്ട്രേഷൻ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും പോർട്ടൽ വഴി ഓൺലൈനായി ലഭ്യമാണ്. വിമാന ടിക്കറ്റ് എടുക്കുമ്പോൾ യാത്രക്കാരന്റെ സാധുവായ ഇമെയിൽ വിലാസവും രാജ്യാന്തര കോഡ് ഉൾപ്പെടെ മൊബൈൽ ഫോൺ നമ്പറും നൽകുന്നത് നിർബന്ധമാക്കി ഒമാൻ എയർ. ട്രാവൽ ഏജൻസികളുടെയോ മറ്റ് മൂന്നാം കക്ഷികളുടെയോ കോൺടാക്ട് വിവരങ്ങൾ യാത്രക്കാരന്റെ വ്യക്തിഗത വിവരങ്ങൾക്ക് പകരമായി നൽകാൻ അനുവദിക്കുകയില്ല. ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഇക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിബന്ധന പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. വിമാനം റദ്ദാക്കൽ, സമയമാറ്റം, ടെർമിനൽ മാറ്റം ഉൾപ്പെടെ പ്രധാന യാത്രാ വിവരങ്ങൾ യാത്രക്കാരെ നേരിട്ടറിയിക്കുന്നതിനായാണ് ഈ സംവിധാനം. ദുബായിൽ വൈദ്യുത ബിൽ നിയന്ത്രിക്കാനും വിലയിരുത്തുവാനും സംവിധാനവുമായി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ഉയർന്ന ബിൽ തുക കാരണം ബുദ്ധിമുട്ടുന്ന ഉപയോക്താക്കൾക്കാണ് സേവനം പ്രയോജനപ്പെടുക. സ്മാർട്ട് ലിവിംഗ് സംരംഭത്തിന്റെ ഭാഗമായാണ് സംവിധാനം ഒരുക്കുന്നത്. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ഉപയോഗം സ്വയം വിലയിരുത്തി നിയന്ത്രിക്കാനുള്ള പ്രത്യേക ഫീച്ചറുകളാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അവതരിപ്പിച്ചത്. ദിവയുടെ സ്മാർട്ട് ലിവിംഗ് സംരംഭത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പ്രതിദിന, പ്രതിവാര, പ്രതിമാസ ഉപയോഗങ്ങൾ ട്രാക്ക് ചെയ്യാനും ബിൽ വിശദാംശങ്ങളും താരിഫ് സ്ലാബുകളും വിശകലനം ചെയ്യാനും സാധിക്കും. ഇതിനുവേണ്ടി ഡാഷ്ബോർഡിൽ കൺസംഷൻ അസസ്മെന്റ് ടൂൾ എന്നൊരു പ്രത്യേക സംവിധാനമുണ്ട്. വീടിന്റെ പ്രത്യേകതകൾ, താമസിക്കുന്ന ആളുകളുടെ എണ്ണം, ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ദിനചര്യ എന്നിവയെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് മനസ്സിലാക്കാം. ഈ വിവരങ്ങൾ അപഗ്രഥിച്ച് ഓരോ വീടിനും അനുയോജ്യമായ റിപ്പോർട്ടും പണം ലാഭിക്കാനുള്ള നിർദ്ദേശങ്ങളും സിസ്റ്റം നൽകും. അനാവശ്യമായി വെള്ളം പാഴാവുന്നത് തടയാൻ ഹൈ വാട്ടർ യൂസേജ് അലേർട്ട് സംവിധാനവും ദീവ ലഭ്യമാക്കുന്നുണ്ട്. ചോർച്ചയിലെയോ മറ്റോ സാധാരണയേക്കാൾ കവിഞ്ഞ വെള്ളം നഷ്ടപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് ഉടൻ SMS ആയി അറിയിപ്പ് ലഭിക്കും. അമൃത ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിൽ GCC രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു. ഈ മാസം 26-ാം തീയതി ബുധനാഴ്ച മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരികയാണ്. നിലവിൽ സൗദിയിലുള്ള വാഹനങ്ങളുടെ പദവി
നിയമവിധേയമാക്കാൻ നവംബർ 23 വരെ 90 ദിവസത്തെ സാവകാശം അധികൃതർ അനുവദിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ പരമാവധി 90 ദിവസം മാത്രമേ GCC വാഹനങ്ങൾക്ക് സൗദിയിൽ തുടരാൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ. അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി 30 ദിവസം കൂടി കാലാവധി നീട്ടാൻ അവസരമുണ്ട്. അനുവദിച്ച സമയം കഴിഞ്ഞാൽ വാഹനം ഒന്നുകിൽ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കസ്റ്റംസ് നികുതി അടച്ച് സൗദി നമ്പർ പ്ലേറ്റിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നിയമം ലംഘിച്ചാൽ 1000 മുതൽ 2000 റിയാൽ വരെ പിഴ ഈടാക്കുകയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്യുന്നതാണ്. അപൂർവ ജനിതക രോഗം ബാധിച്ച ജോർദാൻ ബാലികയുടെ ചികിത്സാ ചെലവേറ്റെടുത്ത് ദുബായ് ഭരണാധികാരി. ദുബായ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. 1.5 വയസ്സോളം പ്രായമുള്ള കാദിയ അബു അൽ സൗദ് എന്ന ബാലികയ്ക്ക് ദുബായിലെ അൽ ജലീല ആശുപത്രിയിലാണ് ചികിത്സ നൽകുക. إلى مقام سمو الشيخ محمد بن راشد آل مكتوم حفظه الله. സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA രോഗം ബാധിച്ച ജോർദാൻ ബാലികയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് ദുബായ് ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ചികിത്സാ ചെലവിനായി കുടുംബം ഓൺലൈനിലൂടെ സഹായം അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ദുബായ് ഭരണാധികാരിയുടെ ഇടപെടൽ. കാത്തിയയുടെ മാതാവ് മകളുടെ രോഗവിവരങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയും സഹായത്തിനായി ഖത്തർ അമീറിനോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. 6 മാസം പ്രായമായതോടെയാണ് കുട്ടിയിൽ വളർച്ചയിലും ചലനശേഷിയിലും അസാധാരണ മാറ്റങ്ങൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ക്രമേണ പേശികളുടെ ശക്തി കുറയുകയും ചലനശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നതാണ് രോഗം. കാത്തിയുടെ ചികിത്സയ്ക്ക് $24 ലക്ഷം വരെ ചെലവാകും എന്നാണ് കുടുംബം പറയുന്നത്. ജോർദാനിൽ ലഭ്യമല്ലാത്ത ജീൻ തെറാപ്പിയാണ് ചികിത്സയുടെ ഭാഗമായി ആവശ്യമായി വരിക. 2 വയസ്സിന് മുമ്പ് ചികിത്സ നൽകുന്നത് നിർണായകമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും കുടുംബം അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ദുബായ് ഭരണാധികാരിയുടെ ഇടപെടൽ ഉണ്ടായത്. അമൃത ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിൽ സെപ്റ്റംബർ 1 മുതൽ ശരത്കാലം ആരംഭിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടുത്ത വേനൽ ചൂടിൽ നിന്ന് ആശ്വാസമാകുന്ന ഈ മാറ്റം സെപ്റ്റംബർ പകുതിയോടെ താപനിലയിൽ പ്രകടമായ കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ജിസാൻ, അസീർ തുടങ്ങിയ ചില പ്രദേശങ്ങളിൽ മഴയ്ക്കും വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനും പൊടിപടലങ്ങൾക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദുബായ് വിമാനത്താവളത്തിലെത്തുക 37 ലക്ഷം യാത്രക്കാർ. പ്രതിദിനം ശരാശരി 2.25 ലക്ഷത്തോളം യാത്രക്കാർ ഇവിടെ എത്തുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. വേനലവധിക്കാലത്തിനു ശേഷം തിരിച്ചെത്തുന്ന പ്രവാസികളും താമസക്കാരുമായ ലക്ഷക്കണക്കിന് ആളുകളെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഏകദേശം 37 ലക്ഷം യാത്രക്കാരെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങി തുടങ്ങും. ഓഗസ്റ്റ് 31-നാണ് UAEയിലെ സ്കൂളുകൾ വേനൽ അവധി കഴിഞ്ഞ് തുറക്കുന്നത്. വരുന്നവരിൽ ഏകദേശം 46% പേർ ദുബായ് വഴി മറ്റു സ്ഥലങ്ങളിലേക്ക് കണക്ടിംഗ് സർവീസ് ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാരായിരിക്കുമെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി. ആളുകളുടെ വലിയ തോതിലുള്ള ഒഴുക്ക് നിയന്ത്രിക്കാനും സർവീസുകൾ തടസ്സമില്ലാതെ തത്സമയം ഏകോപിപ്പിക്കാനുമായി എയർപോർട്ട് ടീമുകൾ 24 മണിക്കൂറും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ലഗേജ് വിതരണം, എമിഗ്രേഷൻ നടപടികൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ സുഗമമാക്കാൻ വൻ തയ്യാറെടുപ്പുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഓപ്പറേഷൻ മാറ്റങ്ങൾ ഉണ്ടായാൽ ഉടൻ പ്രതികരിക്കാൻ പ്രത്യേക സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്നതിലുപരി എത്തുന്ന ഓരോ യാത്രക്കാരനും സുഗമവും മികച്ചതുമായ യാത്രാനുഭവം ഉറപ്പാക്കാനാണ് വിമാനത്താവള അധികൃതർ മുൻഗണന നൽകുന്നത്. ബാഗേജ് ക്ലെയിം കൗണ്ടറുകളിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ഒമാനിലുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അൽഹൈമ പ്രദേശത്ത് ഒരു സംഘം ആളുകൾ തമ്മിലുണ്ടായ തർക്കമാണ് വെടിവയ്പിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അൽഹൈമയിലെ 3 ഒമാൻ പൗരന്മാർക്ക് നേരെ വെടിയുതിർത്തതായി സംശയിക്കുന്ന സ്വദേശിയെ നോർത്ത് അൽ ഷർഖിയ പോലീസ് അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പ്രതിയും വെടിയേറ്റവരും തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ നിയമ നടപടികൾ തുടരുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു.
മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോഡ് മുറിച്ചു കിടക്കുന്ന കാൽനട യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. UAEയിൽ നിയമവിരുദ്ധമായി റോഡിന് കുറുകെ കടക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. നിർദ്ദിഷ്ട സ്ഥലങ്ങളിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 10,000 രൂപയോളം പിഴ ചുമത്തും. ഇങ്ങനെ നടക്കുന്നതിനിടെ അപകടമുണ്ടായാൽ വൻ തുക പിഴയും തടവ് ശിക്ഷയുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററിലേറെ വേഗമുള്ള റോഡുകളിൽ അശ്രദ്ധമായി റോഡിന് കുറുകെ കടന്ന് അപകടമുണ്ടാക്കിയാൽ കുറഞ്ഞത് 3 മാസം തടവും 2.5 ലക്ഷത്തിലേറെ രൂപ പിഴയും ലഭിക്കും. സ്മാർട്ട് റോഡ് സെക്യൂരിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് മുന്നറിയിപ്പ്. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കിഴക്കൻ, തെക്കൻ, പടിഞ്ഞാറൻ മേഖലകളിലും രാജ്യത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത ചൊവ്വാഴ്ച വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കടുത്ത ചൂടിൽ നിന്നും ആശ്വാസമായി രാജ്യത്തിന്റെ പല ഭാഗത്തും അപ്രതീക്ഷിതമായി മഴയെത്തുന്നുണ്ട്. ഇന്നലെ അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ പെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ചിലയിടങ്ങളിൽ സാധാരണ മഴയായിരിക്കുമെങ്കിലും പെട്ടെന്ന് മഴ കനക്കാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തീരദേശ മേഖലകളിൽ രാത്രിയിലും ഞായറാഴ്ച രാവിലെയോടെയും ഈർപ്പമുള്ള അന്തരീക്ഷ സ്ഥിതി അനുഭവപ്പെടും. അറേബ്യൻ ഉൾക്കടലിലും ഒമാൻ കടലിലും കടൽ ശാന്തമായിരിക്കും എന്നാണ് വിലയിരുത്തൽ. ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ഉച്ചയ്ക്കേഷം കിഴക്കൻ മേഖലകളിൽ മേഘങ്ങൾ രൂപപ്പെടാനും മഴ പെയ്യാനും സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ തീരദേശങ്ങളിൽ ഈർപ്പം കൂടുകയും ചൊവ്വാഴ്ച രാവിലെയോടെ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടാനും സാധ്യത പറയുന്നു. ചൊവ്വാഴ്ചയും സമാനമായ കാലാവസ്ഥ തുടർന്നേക്കും. അമൃത ന്യൂസ്, അബുദാബി. സൗദി അറേബ്യയിലെ പുസ്തകശാലകളിലും സ്റ്റേഷനറി കടകളിലും പരിശോധന ശക്തമാക്കി വാണിജ്യ മന്ത്രാലയം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഇതിനകം 2259 പരിശോധനകൾ പൂർത്തിയാക്കി. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക, ഉൽപ്പന്നങ്ങളിൽ ഡിജിറ്റൽ പ്രൈസിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. വിലക്കുറവും ഓഫറുകളും സംബന്ധിച്ച മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും പ്രത്യേക സംഘങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കുവൈറ്റിൽ ടെലികോം ടവറുകളിൽ ഡീസൽ മോഷണം നടത്തുകയും ടവറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത 4 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. ജാബർ അൽ അഹമ്മദ് മേഖലയിലെ ടെലികോം ടവറുകളിൽ നടന്ന ഡീസൽ മോഷണ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിന് ഇടയിലാണ് പ്രതികൾ പിടിയിലായത്. കുറ്റകൃത്യം നടക്കുന്നതിനിടയിലാണ് പ്രതികളെ കയ്യോടെ പിടികൂടിയത്. ടെലികോം ടവറുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി കരാർ ലഭിച്ച കമ്പനികളിലെ ജീവനക്കാരാണ് പ്രതികളായ 4 പേരും. ജോലിയുടെ സ്വഭാവം ദുരുപയോഗം ചെയ്ത് ആവശ്യത്തിലധികം അളവിൽ ഡീസൽ എടുക്കുകയും അതിലൊരു ഭാഗം മറ്റുള്ള ടവറുകളിലെ ഡീസൽ കുറവ് നികത്താനായി ഉപയോഗിക്കുകയും ബാക്കി വരുന്ന ഡീസൽ മോഷ്ടിച്ച് വിൽക്കുകയുമായിരുന്നു ഇവരുടെ രീതി. കൂടുതൽ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും. ബ്രിട്ടീഷ് പൗരന്മാർക്ക് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ബ്രിട്ടൻ ഇളവ് വരുത്തി. ബ്രിട്ടീഷ് വിദേശകാര്യ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസാണ് കുവൈറ്റിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കുവൈറ്റിലെ സുരക്ഷാ സാഹചര്യം സംബന്ധിച്ച വിലയിരുത്തലിൽ പുരോഗതി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതിയ നിർദ്ദേശപ്രകാരം അത്യാവശ്യ യാത്രകൾക്ക് മാത്രം കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുക എന്ന നേരത്തെ പുറപ്പെടുവിച്ച മുൻകരുതൽ മുന്നറിയിപ്പ് ബ്രിട്ടീഷ് സർക്കാർ പിൻവലിച്ചു. ഇതോടെ സാധാരണ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മേഖലയിലെ സാഹചര്യം ഇപ്പോഴും പൂർണ്ണമായി സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്നും സുരക്ഷാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുവാനും ബ്രിട്ടീഷ് പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലയളവിൽ മേഖലയിലുണ്ടായ സംഘർഷങ്ങളും സുരക്ഷാ ആശങ്കകളും പരിഗണിച്ച് കുവൈറ്റിലേക്കുള്ള യാത്രയിൽ ബ്രിട്ടൻ കർശന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. UAEയിൽ ഒരേ ദിവസം 2 ഷോറൂമുകൾ ആരംഭിച്ച് ഭീമ ജ്വല്ലേഴ്സ്. ദുബായ്, ബർഷയിലും ഷാർജ, മുവൈലയിലുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളാണ് ഉപയോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഷാർജ മുവൈലയിലെ ഷോറൂം ഭീമ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഫോർച്യൂൺ ഹോട്ടൽസ് ദുബായ് ചെയർമാൻ പ്രവീൺ കുമാർ ഷെട്ടിയും ദുബായ് അൽബർഷയിലെ ഷോറൂം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MAയും ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ഷോറൂമുകൾ ഉടൻ തുറക്കുന്നുണ്ടെന്ന് ഭീമ ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ പറഞ്ഞു. ഈ ഒരു കൊല്ലം കൊണ്ട് 25 ഷോറൂം കൂടെ പ്ലാനായി കഴിഞ്ഞു. ദുബായിൽ തന്നെ 4 ഷോറൂമിന്റെ തലവെ നോക്കിക്കഴിഞ്ഞ് പണി തുടങ്ങുകയാണ്. നാട്ടിൽ അതിന് 21 ഷോറൂമിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു.
ഭീമ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഭിഷേക് ബിന്ദു മാധവ്, ഗായത്രി സുഹാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്ത ശൈലികൾക്കും അവസരങ്ങൾക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഭീമ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഭീമ ജ്വല്ലേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമീർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി അദ്ദേഹം വിപുലമായ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ സംയുക്ത നീക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. സൗദി അറേബ്യയിലെ തബൂക്കിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടുമുൻപ് പ്രതിയായ യുവാവിന് കൊല്ലപ്പെട്ടയാളുടെ പിതാവ് മാപ്പ് നൽകി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൽ അസീസ് അബ്ദുള്ള ഹുസൈൻ അൽ അദവിക്കാണ് കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് ഇബ്രാഹിം സലാമ അൽ ഹുവൈത്തി ജീവദാനം നൽകിയത്. തന്റെ മകന്റെ ഘാതകൻ അനാഥനാണെന്നും അമ്മയുടെ ഏക മകനാണെന്നും അറിഞ്ഞതോടെ ദൈവപ്രീതി കാംക്ഷിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്ന് പിതാവ് വ്യക്തമാക്കി. മകനെ നഷ്ടപ്പെട്ട കടുത്ത വേദനയ്ക്കിടയിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനുഷിക മൂല്യവും ക്ഷമയും പ്രതിക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ പുതിയ അവസരമാണ് ഒരുക്കിയത്. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം 2026 വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഫഹാഹിൽ കൊഹ്നൂർ ഓഡിറ്റോറിയത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് TV ഹിക്മത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡൽഹി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ രവി അയ്യനോളി ഭദ്രദീപം കൊളുത്തി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃനാടിൻ്റെ സ്നേഹവും സംസ്കാരവും പ്രവാസ ലോകത്തും നിലനിർത്തുന്നതിൽ ഇത്തരം കൂട്ടായ്മകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് എന്ന് രവി അയ്യനോളി അഭിപ്രായപ്പെട്ടു. ഐതിഹ്യങ്ങൾ പോലും മാറുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നത്തെ യുവതലമുറ, പൂർവികർ, മാതാപിതാക്കൾ എന്നിവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു പകരം AI പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളുടെ പുറകെയാണ്. ഓണാഘോഷം പോലുള്ള നമ്മുടെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്ന സംസ്കാരമാണ് നമുക്ക് വേണ്ടത് എന്ന് രവി അയ്യനോളി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ ജോൺലി തുണ്ടിൽ ആശംസ അർപ്പിച്ചു. പ്രസ് ക്ലബിൻ്റെ ഉപഹാരം ഉദ്ഘാടകൻ രവി അയ്യനോളിക്ക് ജനറൽ സെക്രട്ടറി അനിൽ P. അലക്സ് കൈമാറി. മാവേലി മന്നനെ വേദിയിലേക്ക് ആനയിച്ചതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ബൃന്ദാകൃഷ്ണൻ അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തവും കുവൈറ്റിലെ പ്രമുഖ ഗായകരായ റാഫിയും മെറിനും അവതരിപ്പിച്ച ഗാനമേളയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കുഞ്ചിൻ തമ്പിയുടെ നർമ്മത്തെ ആസ്പദമാക്കി കൃഷ്ണൻ കടലുണ്ടി നടത്തിയ തനത് പ്രഭാഷണം സദസ്സിന് വേറിട്ട അനുഭവമായി മാറി. പ്രോഗ്രാം ജോയിന്റ് കൺവീനർമാരായ നിജാസ് ഖാസിം, ശ്രീജിത്ത് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. വിഭവസമൃദ്ധമായ പരമ്പരാഗത ഓണസദ്യയും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ ട്രഷറർ അബ്ദുൾ റസാഖ് കുമരനെല്ലൂർ നന്ദിയും രേഖപ്പെടുത്തി. അനിൽ K. നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തി ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ തടയുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും OP ഉൾപ്പെടെ നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കുകയാണ് പതിവ്. ഇത് രോഗികൾക്ക് ഏറെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നു. ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ടാകും. ജനറൽ മെഡിസിൻ, ഓർത്തോ, സർജറി, പീഡിയാട്രിക്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഈ സംവിധാനം നടപ്പാക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ, കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഇനി 24 മണിക്കൂറും കാത്ത് ലാബും പ്രവർത്തിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആദ്യമായെത്തി ആദ്യ നെഹ്റു ട്രോഫി നേടി അരോമ.
72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആവേശകരമായ വിജയം നേടിയാണ് അരോമ ചുണ്ടനും അരോമ ബോട്ട് ക്ലബ്ബും മടങ്ങുന്നത്. നീരണിഞ്ഞ ശേഷം ആദ്യമായി മത്സരിച്ച ചമ്പക്കുളം ജലോത്സവത്തിൽ കപ്പ് നേടിയ അരോമ നെഹ്റു ട്രോഫിയിലും തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയായിരുന്നു. ആവേശം അതിരുകടന്ന 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പുതിയ ചരിത്രമെഴുതി അരോമ ചുണ്ടൻ. ആദ്യമായി പുന്നമടയിൽ തുഴയെറിഞ്ഞ സംഘം ആവേശകരമായ വിജയം നേടിയാണ് മടങ്ങിയത്. ആദ്യമായി നീരണിഞ്ഞ ശേഷം ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ കപ്പിൽ മുത്തമിട്ട അരോമ ചുണ്ടൻ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയാണ് തങ്ങളുടെ അപ്രമാദിത്യം വീണ്ടും തെളിയിച്ചത്. രാവിലെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പെയ്ത മഴ ചെറിയ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അനുകൂലമായ കാലാവസ്ഥ വള്ളംകളി പ്രേമികൾക്കും ആശ്വാസമായി. ആദ്യ ഹീറ്റ്സ് മുതൽ ആവേശകരമായ മത്സരമാണ് പുന്നമടയിൽ നടന്നത്. രാവിലെ മുതൽ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളായിരുന്നു. 2 മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെ.സി. വേണുഗോപാൽ MP, കർണാടക മുഖ്യമന്ത്രി D. ശിവകുമാർ, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. 1 വർഷം നീണ്ട കാത്തിരിപ്പിനും മാസങ്ങളോളം നീണ്ടുനിന്ന പരിശീലനത്തിനുമൊടുവിൽ പ്രതീക്ഷയുമായി ജലമാമാങ്കത്തിനിറങ്ങിയ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളെയും വള്ളങ്ങളെയും പിന്നിലാക്കിയാണ് അരോമ എന്ന പുത്തൻ ചുണ്ടൻ വള്ളത്തിന്റെ വിജയം. ആദ്യമായി നെഹ്റു ട്രോഫിയിലെത്തി ആദ്യ തവണ തന്നെ കപ്പ് തൂക്കിയിരിക്കുകയാണ് അരോമ ചുണ്ടൻ. ഈ തവണ നെഹ്റു ട്രോഫി ജലോത്സവം ആവേശമായപ്പോൾ അരോമ ചുണ്ടനാണ് പുതിയ താരം. ആലപ്പുഴയിൽ നിന്നും ടീം അമൃത ന്യൂസ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന വരുമാനത്തിൽ 1100 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രതിഷേധം അറിയിച്ച് സർക്കാർ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നിലവിൽ ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന്റെ പരിധിയിലുള്ള മംഗളൂരു പ്രദേശം മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കപ്പെടും. ഒക്ടോബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. മംഗളൂരു ഇല്ലാതായതോടെ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. ഡിവിഷന്റെ ഡിപ്പോ നഷ്ടമായതിനാൽ പുതിയ ഡിപ്പോ വികസിപ്പിക്കാൻ കോടികൾ മുടക്കേണ്ടി വരും. മാത്രമല്ല, പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വരുമാനത്തിൽ 1100 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഡിവിഷൻ വിഭജിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടും MP-മാരെ ഇരുട്ടിൽ നിർത്തിയുള്ള പുതിയ ഉത്തരവ് കർണാടകയിലെ BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്നാണ് ആരോപണം. പ്രതിഷേധം പ്രധാനമന്ത്രിയെ കത്തിലൂടെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. ഏകപക്ഷീയമായ റെയിൽവേയുടെ നടപടിക്കെതിരെ പാലക്കാടും ഡൽഹിയിലും പ്രതിഷേധിക്കാനാണ് MP-മാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി വീണ്ടും കൊമ്പുകോർത്ത് CPM-ഉം CPI-യും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവർത്തിച്ചതോടെ പിണറായി വിജയന്റെ പ്രസ്താവന പദവിക്ക് യോജിക്കാത്തതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് നിലപാട് ആവർത്തിച്ചത്. ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെയായിരിക്കുമെന്നും പദവി CPM തന്നെ വഹിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം ഇത് സംബന്ധിച്ച് താൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ എന്നും പറഞ്ഞു. LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPI. പിണറായി വിജയന്റെ പ്രതികരണത്തെ CPI രൂക്ഷമായാണ് വിമർശിച്ചത്. പിണറായി വിജയന്റെ പ്രസ്താവന അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് നിരക്കുന്നതല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തർക്ക വിഷയം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പറയുന്നത് ശ്രദ്ധിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം വഹിക്കുന്ന പദവിക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. അതേസമയം നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഒറ്റ ബ്ലോക്കായി ഇരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് CPI-ക്ക് വിട്ടേക്കൂ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
AN ഷംസീറിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടേശന്റേത് തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണെന്നും അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും പിണറായി വ്യക്തമാക്കി. ഇടവേള. CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് കടക്കുന്നു. വീണ വിജയന് പിന്നാലെ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് സമൻസ് അയക്കും. ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഹവാല പണമിടപാടിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടെ ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPM. നാളെ കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. ED റെയ്ഡിനെ തുടർന്ന് വിശദീകരണവുമായി ലേക്കർ ഇന്ത്യ കോർപ്സ്. ലേക്കർ ഇന്ത്യ കോർപ്സ് കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഇത് വസ്തുതാപരമല്ലെന്നും കമ്പനി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഓഫീസിനായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതികവും രേഖകളുടെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച് പഞ്ചായത്ത് അപേക്ഷ തിരികെ നൽകുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. എക്സാലോജിക് ഇടപാടിൽ വീണ വിജയനെതിരായ ED അന്വേഷണത്തെ രാഷ്ട്രീയ വേട്ടയെന്ന് വിശേഷിപ്പിച്ച് പിണറായി വിജയൻ. വീണയ്ക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടെന്ന EDയുടെ കണ്ടെത്തലും തള്ളി. തന്റെ മകൾ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ലെന്നും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു. BJPയുടെയും EDയുടെയും കൂടെയാണ് കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇരുവരും ചേർന്നാണ് ED നീക്കം ആസൂത്രണം ചെയ്തത്. ബിസിനസ്സായി നടക്കട്ടെയെന്നും അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരെ വന്നാൽ നിയമപരവും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കരിമണൽ കർത്തയുടെ പണം വാങ്ങിയവരിൽ LDFകാരും UDFകാരും ഉണ്ടെന്ന് BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രൻ. പിണറായിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് താൽപര്യമില്ല. MV ഗോവിന്ദൻ സമനില തെറ്റി പിച്ചും പേയും പറയുന്നു. BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റി ആരും പരാതി നൽകിയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും K സുരേന്ദ്രൻ ഡൽഹിയിൽ പ്രതികരിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ലോക റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ചൈനയുടെ ലിയു ഷെങ്ഷു ടാൻ നിങ് സഖ്യത്തോട് തോറ്റു. സ്കോർ 21-18, 13-21, 8-21. 15 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ വനിതാ ഡബിൾസ് ടീം ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ നേടുന്നത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.